അത് ഇന്നലെ കുട്ടി എഴുതി എനിക്ക് അയച്ചത് ചോദ്യത്തില് ഏറ്റവും ഇംഗ്ലീഷ് എഴുത്തുകാരാണ് ചോദിച്ചിട്ടില്ലേ? ഇഷ്ടപ്പെട്ട ഇന്ത്യൻ എഴുത്തുകാരനോ അല്ലേ? ഇംഗ്ലീഷിൽ ആരാ ചോദ്യം? ആരാ ചോദിച്ചല്ലോ ഏറ്റവും ഇഷ്ടപ്പെട്ട ഇംഗ്ലീഷ് എഴുത്തുകാരനാണ് എന്ന് ആരോ ചോദിച്ചു. അപ്പോൾ സാധാരണ എന്നോട് ചോദിക്കുകയാണ് നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെട്ട ഇംഗ്ലീഷ് ഓതറാണെന്ന് ചോദിച്ചാൽ it's very difficult to choose one author among many. ഞാനൊരു ഒറേഷ്യസ് വായനക്കാരനാണ്. കഴിഞ്ഞ 40 കൊല്ലമായി ഒത്തിരി വായനക്കാരാണ്. അയക്കണ പുസ്തകം വായിക്കാറ്. അത് നമുക്ക് ഒരു പർട്ടിക്കുലർ എഴുത്തുകാരനെ ചൂസ് ചെയ്യാൻ പറഞ്ഞാൽ പക്ഷെ അപ്പോൾ നമുക്ക് ചെറിയ ഇഷ്ടങ്ങളുണ്ടോ? മലയാളത്തിൽ ഞാൻ 45 തവണ വായിച്ചൊരു നോവലിന്റെ പേരുണ്ട്. 45 തവണ. 10ാം ക്ലാസ് കാലഘട്ടത്തോട് വായിച്ചു തുടങ്ങിയാണ്. 45 തവണ വായിച്ചു. ഒരു വരുമാനക്കാലത്ത് ഞാൻ ആ നോവൽ വായിക്കാതെ പോയിട്ട് ഇത്രയും വർഷം കിട്ടും. ആ നോവലിന്റെ പേര് ഖസാക്കിന്റെ ഇതിഹാസം എന്നാണ്. എഴുത്തുകാരന്റെ പേര് OV വിജയൻ. അതേപോലെ വലിയപ്പയുടെ എഴുത്തുകാരുടെ ആളുടെ ആരാധന ആളുകൾ തോന്നുന്നു. ഒരു രസകരമായ അനുഭവം പറയാൻ ഞാൻ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വൈക്കം മുഹമ്മദ് ബഷീർ ജീവിച്ചിരിക്കും. അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ഒരു സംഘം ചിത്രകാരന്മാരുമായിട്ട് പോകാൻ ഇടവന്നു. അവിടെ അടുത്ത് വീട്ടുന്ന ആർട്ടിസ്റ്റ് ക്യാമ്പ് നടത്തുകയാണ്. അതിൽ ഡെൻമാർക്കിലുള്ള ചിത്രകാരിയുണ്ട്, നെതർലാൻഡിലുള്ള ചിത്രകാരിയുണ്ട്, ബർമയിൽ നിന്നുള്ള ചിത്രകാരനുണ്ട്, ഇന്ത്യയിൽ പല സംസ്ഥാനങ്ങളിലുള്ള ചിത്രകാരന്മാരുണ്ട്. അവരെ കൊണ്ട് അവരെ പറഞ്ഞു വൈക്കം മുഹമ്മദ് ബഷീർ കാണുന്നു. അങ്ങനെ പോകാം. അവിടെ ചെന്നപ്പോ അടുത്തേക്ക് മരിച്ച ഇന്ത്യയിലെ പ്രഗത്ഭനായിട്ടുള്ള ഒരു ചിത്രകാരനായിട്ടുള്ള അച്യുതന്റെ ജന്മദേശം ഇന്ത്യൻ ചിത്രകാരത്തെ സമ്മാനിച്ച ഒരു വലിയ കുട്ടിയായിരുന്നു അച്യുതൻ. അദ്ദേഹം ബഷീറുമായി സംസാരിച്ചിട്ട് ഇറങ്ങിയപ്പോ ബഷീറിനെ കൈ പിടിച്ച വെയിലുകൾ എന്നിട്ട് അദ്ദേഹം പറഞ്ഞൊരു കാര്യം എക്കാലത്തെയും വലിയ മോഹമായിട്ടുണ്ട്. കുട്ടിക്കാലത്തെ ബാല്യകാല സഖി വായിച്ചപ്പോൾ അതെഴുതിയ എഴുത്തുകാരൻ്റെ കൈവരിയുടെ ഉമ്മ വയ്ക്കണമെന്നത് എക്കാലത്തെയും വലിയ മോഹമായി. ഞങ്ങൾക്ക് അങ്ങനെയൊക്കെയാണ് എഴുത്തുകാരുടെ പ്രതീക്ഷ. ബഷീറുണ്ട്, കുട്ടികളുണ്ട്, എനിക്ക് പറഞ്ഞത് 100 കണക്കിന് എഴുത്തുകാരൻ, 100 കണക്കിന് പുസ്തകങ്ങളുണ്ട്, കവികളുണ്ട്, ലോകത്ത് തന്നെ പല വലിയ എഴുത്തുകാരുണ്ട്, പാട്ടുകാരുണ്ട്. അപ്പോൾ അങ്ങനെ കൃത്യമായി ഒരു ഓതറെ വിലയിരുത്താൻ എനിക്ക് പ്രയാസമാണ്. ഒരുപാട് ഉപദേശം എനിക്ക് തോന്നുന്നു.